നമ്മുടെ സെലീന താത്തായെ എല്ലാവർക്കും അറിയാം. സലു കിച്ചൺ വളപുരം എന്ന് പറയുന്ന ഒരു സെലീന താത്ത, ഒരു ചാനലിലൂടെയുള്ള സെലീന താത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ സെലീന താത്താരെ വീഡിയോ ഇരുന്ന് കാണാറുണ്ട്. ചിലപ്പോൾ നല്ല കോമഡി ആയിട്ട് തോന്നും. ഭയങ്കര ഇഷ്ടമാണ് ആ സംസാരവും എല്ലാം. പുള്ളിക്കാരി ഒരു റംബൂട്ടാൻ കൊണ്ടുവന്ന് ഒരു കാട്ടിൻ്റെ ഇടയിലങ്ങാണ്ട വലിയമ്മയും ഒത്ത് ആ റംബൂട്ടാൻ കുഴിച്ച് വെക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ ഒരു കാട്ടിൻ്റെ ഇടയിൽ കുഴിച്ച് വെക്കുന്ന ആ വീഡിയോ ആയിരുന്നു ഫസ്റ്റ്. ആ വീഡിയോ കയറി അങ്ങ് വൈറലായി. പിന്നെ സലീന താത്തായെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ സലീന താത്ത കൂടെ ഒരു പയ്യൻ, എന്തൊരു ഷാനു എന്നും പറഞ്ഞൊരു പയ്യനുണ്ട്. ആ പയ്യനുമായിട്ട് ഭയങ്കര സുഹൃത്തുക്കളായി. അവർ ഒരുമിച്ച് പാടാനും അങ്ങനെയൊക്കെ ആയി. അവരെയൊക്കെ രണ്ടുപേരെ, ഷാനുവിന് ചാനലുണ്ട്, അതുപോലെ സെലീന താത്താക്ക് ചാനലുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരെ ചാനലിലൂടെ അവർ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ സ്ഥിരം പോസ്റ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു സൗഹൃദം പോലെ കൊണ്ട് നടന്നിട്ട് സെലീന താത്ത അങ്ങനെ ഇരിക്കുമ്പം ഈ ഷാനുവിൻ്റെ അടുത്ത് പിണങ്ങുമ്പോൾ സെലീന താത്ത എന്തോ ചെയ്യും, വായി തോന്നണതൊക്കെ അങ്ങ് വിളിച്ചു പറയും. ഈ പയ്യ സഹി കെട്ട് പിന്നെ കുറേ നാൾ വിളിക്കാൻ പറയുകയൊന്നും ചെയ്യുകയോ ഇല്ല. അതുപോലെ പിന്നെ അവർ ഒരുമിച്ച് പാടാനോ ഒരുമിച്ച് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും ചെയ്യണ കാണാനില്ലായിരുന്നു. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് പയ്യൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ് അതങ്ങ് പോട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഈ സെലീന താത്തായുമായിട്ട് വീണ്ടും പാട്ടുപാടുകയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പാട്ടുപാടുകയും നല്ല സൗഹൃദത്തിൽ പോയി. അപ്പോഴേ കാണാം വീണ്ടും സെലീന താത്താക്ക് പണക്കാം. വീണ്ടും ഈ പയ്യനെ അങ്ങ് എന്തൊക്കെയോ അങ്ങ് പറയുന്നുണ്ട്. അപ്പം അതൊന്ന് കേൾക്കാം. വായി തോന്നണതാണ് വിളിച്ചു പറയുന്നത്. പള്ളയിലുണ്ടെന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നും വെറുതെ അങ്ങ് വായി തോന്നണ അനാവശ്യമൊക്കെ ഇങ്ങനെ സെലീന താത്ത എന്തിനാണ് സെലീന താത്ത വിളിച്ച് പറയുന്നത്? അതൊരു പാവം പയ്യ, ഒരു കൊച്ചു പയ്യനല്ലേ, അവനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? രണ്ടു മൂന്നല്ല, ഒരു 10-15 ദിവസമായിട്ട് ഒരു വ്യക്തി നമ്മളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് അവർക്ക് ദേഷ്യം വരുമ്പോൾ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പറ്റുന്നവർ കാണാം. നീ ഇല്ലാതെ അവിടെ പറ്റുന്നില്ല ജാനു. നീ എല്ലാ കാര്യമൊക്കെ ചെയ്ത് വച്ച് വെച്ചിട്ട് പിന്നെ എന്തിനാ നീ ഇങ്ങനെ ബ്ലോക്കാക്കി വെച്ചിരിക്കണത്? ബ്ലോക്ക് പറഞ്ഞോ എന്നാന്ന് വെച്ചാൽ ആൾക്കാർ ഓഡിയൻസ് ചോദിച്ചിട്ട് വയ്യ, ഷാനുവിടെ ഷാനുവിടെ. സെലീന താത്ത ഓരോന്ന് പറയുമ്പോൾ ഷാനു ബ്ലോക്കാക്കി കളയും. വായി തോന്നതല്ലേ വിളിച്ച് പറയണ. അപ്പം പിന്നെ അതിന് എന്തോ പോലെ അങ്ങ് തോന്നും. അതുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് നാളത്തേക്ക് മിണ്ടാതിരിക്കും. അങ്ങനെയാണ്. ഒരു സഹോദരിയെ പോലെയാണ് അവിടെ കണ്ടിരിക്കുന്നത്, കൊണ്ട് നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരി അങ്ങ് അതിൽ നിന്നങ്ങ് ഇടമെടുത്ത് മുതലെടുത്ത് എന്തൊക്കെയോ വായി തോന്നണം മൊത്തവും വിളിച്ച് പറയണ സെലീന താത്ത. ചോദ്യത്തിന് നാം മറുപടി പറയാൻ വയ്യ. ഓനെന്താ നിങ്ങളുടെ കൂടെ പാട്ട് പാടാത്തോ? ഏതായാലും ഓനിന്റെ കൂടെ പാട്ട് പാടി അത് ഡിസോസ് അതൊക്കെ അറിയണാണോ? ഓൻ അങ്ങനെ പോണാണോ എല്ലാവരും. പിന്നെ അതുമല്ല, എനിക്ക് ഭയങ്കര ടോർച്ചറിങ് ആയിക്കൊണ്ടിരിക്കുക. വലിയ അവിടെ നീ ഒഴിക്കാത്തോണ്ട് വിഷമിക്കുന്നുണ്ട്, എന്താ തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു ഇടങ്ങേറിലാണ്. ഒന്നും നീ സലാം പറഞ്ഞിട്ട് ഒന്നും സമാധാനിപ്പിച്ച് എന്നിട്ട് ഇന്നും എന്താ കാട്ടുന്ന വെച്ചാൽ ദേഷ്യം പൊടിച്ചിട്ട് എന്നെ കത്തോട് കുത്താൻ വരികയാണ് വലിയമ്മ. എന്റെ പൊന്നു ഷാനു അല്ലേ, പ്ലീസ് വലിയമ്മനോടൊന്ന് സലാം പറ ഷാനു. അങ്ങനെയാണെങ്കിൽ നീ എന്നെ കുറച്ച് വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്റെ പേര് പറയാൻ ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ വീഡിയോസ് ഇട്ടോളും കുഴപ്പമില്ല. പക്ഷെ എന്റെ പേര് പറഞ്ഞിട്ടുണ്ട് കാലം കഴുകി വെള്ളം കുടിക്കും, സങ്കടം വരുന്ന അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടരുത്. അവിടെ അങ്ങ് താന്നു കൊടുക്കും. ഷാനു അവിടെ അങ്ങ് താന്നു കൊടുക്കുകയാണ് ചെയ്യണേ. ഈ സെലീന താത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഷാനുവിന് പാവം തോന്നി അവിടെ അങ്ങ് താന്നു കൊടുക്കും. അപ്പോഴും സെലീന താത്ത തലയുടെ മണ്ടയിലോട്ട് കയറിയിട്ട് വീണ്ടും ഓരോന്നിരുന്ന് അങ്ങ് പറച്ചിൽ തുടങ്ങി. ഇപ്പം വലിയമ്മായും ചോദിപ്പ് തുടങ്ങി, ഷാനു വിളിക്കാത്തേന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയണത്. നിങ്ങൾക്ക് 10 മിനിറ്റ് കഴിഞ്ഞാൽ ബോധം മാറും, 5 മിനിറ്റ് കഴിഞ്ഞാൽ ബോധം മാറുമെങ്കിൽ അത് എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. ദയവ് ചെയ്ത് എന്റെ പേരോ എന്റെ കാര്യങ്ങളോ പറഞ്ഞ വീഡിയോസ് ചെയ്തത് റിക്വസ്റ്റ് ആണ്. ഓക്കെ, വിളിക്കാന്ന് കരുതിയപ്പോൾ നിങ്ങൾ പറഞ്ഞു വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പല സമയത്ത് പലതും പറയുന്ന ആളാണെങ്കിൽ
എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പാവം തോന്നിയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട് മാത്രം ഞാൻ വിളിക്കാമെന്ന് വിചാരിച്ചു മെസ്സേജ് അയച്ചാണ്. ഓക്കെ, അപ്പൊ ഇനി എന്റെ പേര് പറഞ്ഞ് വീഡിയോ ചെയ്യരുത്. ഹലോ വല്ലുമ്മ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഈ സെലീനത്താത്താനെ നല്ല അടിയടിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. വെറുതെ ആവശ്യമില്ലാതെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് വെറുതെ എന്റെ പേരും പറഞ്ഞിട്ട്, അതും പേഴ്സണലായിട്ടല്ല കോണ്ടാക്ട് ചെയ്യുന്നത്, പബ്ലിക്കായിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. എന്താ പറയുന്നത് വെച്ചാൽ പള്ളയിലുണ്ടായി, അത് കളഞ്ഞു, ഓൻ ശവിച്ച് നശിച്ചു പോവും, വൃത്തികെട്ടവനാണ്, മോശക്കാരനാണ്, എന്തൊക്കെയാണ് പറയണെന്ന് അറിയോ? നിങ്ങളുടെ വീഡിയോസ് കാണുന്നില്ലല്ലോ, നിങ്ങളത് സെലീനത്താത്ത പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ. പിന്നെ എങ്ങനെയാ നമ്മളൊന്ന് ഒരുമിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം? ഒരു പയ്യന് അവനത് വിഷമമായി, ഷാനുവിന് അത് വിഷമമായി സലീനത്താത്ത ഇങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോൾ. പിന്നെ ഇങ്ങനെയൊക്കെ പറയണത് കേൾക്കുമ്പോൾ ആർക്കായാലും വിഷമം വരൂലേ, അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറഞ്ഞാല് നമ്മളെ ഏറ്റെടുത്തേക്കാണ് നമ്മളെ ഓഡിയൻസ്. നീയും ഞാനുള്ള പാട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് നിന്നിങ്ങനെ എന്താണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. സലീനത്താത്ത പറയണത് പാട്ട് എല്ലാവർക്കും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നു, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് പാടുമ്പോഴാണ്. പക്ഷേ പാടുന്നതിന് കുഴപ്പമില്ല, വായി തോന്നണതാണ് അവനെ. പിന്നെ അതിനുശേഷം വിളിച്ച് പറയണം. ആരെങ്കിലും എന്തെങ്കിലും പറയണ വാക്കും കേട്ടിട്ടാണ് ഈ സലീനത്താത്ത ഓരോന്നും ആ പയ്യനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് അനാവശ്യ വാക്കുകളാണ് പറയണത്. പിന്നെ ലൈവ് വന്നു, ലൈവിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, കെട്ടിപ്പൂച്ചു എന്നൊക്കെ പറയുന്നു. കൊള്ളാം സലീനത്താത്ത, ഒരു കൊച്ചു പയ്യനെ പറ്റി അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. ലൈവ് വന്നായിരുന്നു, രണ്ടു ദിവസം മുമ്പ് ഒരു ലൈവ് വന്നു. പിന്നെ അതിന് ശേഷം ഇന്നലെ വന്നിരുന്ന് വെളുപ്പിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് തിരുവനന്തപുരംകാരനാണ്. അത് പല ലൈവുകളിലും സലീനത്താത്ത പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് തിരുവനന്തപുരംകാരനാണ്, സുഖമില്ല, അയാൾ സുഖമില്ലാതെ കിടപ്പാണ്, അയാൾക്ക് എന്തോ അസുഖം, അങ്ങനെ കിടപ്പാണ്, ഇനി അയാളെ കൊണ്ടൊന്നിനും പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഷാനുവിൻ്റെ കൂടെ ഉള്ള വൈരാഗ്യം വെച്ചിട്ട് ഇപ്പം വീണ്ടും വന്നിരുന്നും കൊണ്ട് ഇന്നലത്തെ ലൈവിൽ വന്നിരുന്നു വീണ്ടും പറയുന്നുണ്ട്. വാശിയുടെ ഓർത്താണ് പറയണത്, പിണങ്ങി നിൽക്കുന്നതിൻ്റെ വാശിയുടെ ഓർത്താണ് പറയണത്. അയാളെ വിളിച്ച് ഏതോ എന്തോ ഒരു ഉപ്പാണെന്ന് തോന്നുന്നത്, പ്രായം ചെന്ന ഒരാളാണ്. ഇക്കാന്തരിയാണ്, കാ സുഖം തന്നെ, ഇക്കഴിഞ്ഞാട്ട് വരാത്തെന്ത്, ഇക്കാരെ ഭാര്യയെ വിടൂലേ, ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാളാണ് കല്യാണം കഴിച്ചതെന്ന് പറയണം. പിന്നെ അയാൾ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല, വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യും എന്നൊക്കെയാണ് സലീനത്താത്ത പറയണത്. സലീനത്താത്ത തിരക്കണോ? തിരുവനന്തപുരത്തല്ലേ, വേണമെങ്കിൽ തിരക്കാം, ആരാണെന്ന് അന്വേഷിക്കാം. സലീനത്തായെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ആ ഭാര്യയെ വിടൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ പറയണം. അപ്പോൾ ഷാനുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സലീനത്താത്ത ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാനുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പറയണത്. അപ്പോഴെൻ്റെ ഇക്ക വിളിക്കും, എനിക്ക് ഇക്ക ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ സലീനത്താത്ത ലൈവ് അടിപൊളിയായിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. അങ്ങനെ ഒരുപാട് മെസ്സേജ് എൻ്റെ ഷാനുവിനായിട്ട്, ഷാനുവിന് ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ട് ആർക്കും കൊടുക്കൂല. അവൾ ആരാണ്? അയ്യോ, ഷാനുവിനെ ആർക്കും വിട്ടു കൊടുക്കൂലെന്നു. ഒരുമിച്ച് പാട്ട് പാടാൻ പോയെന്നുള്ള ഒരിതല്ലേ ഉള്ളൂ. പിന്നെ ഈ സലീനത്താത്ത അത്യാവശ്യം വൈറലായി നിന്ന ഒരാളായതുകൊണ്ട് ഷാനു ഒരുമിച്ച് കൂടി അവർ തങ്ങളിൽ. അപ്പം ഇപ്പം അത്യാവശ്യം ഷാനുവിന് റീച്ചുണ്ട് ചാനലിന്. അങ്ങനെ ആയി ഇപ്പം എന്താ അവർ പാട്ട് പാടി ഇപ്പം പറയുന്നത് ഷാനുവിനെ ആർക്കും വിട്ടുകൊടുക്കൂലെന്ന്. ബാക്കിയേക്കാം. ഇതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പെരുമാറിയത് എൻ്റെ മുത്തിനോട്. എൻ്റെ ഷാനു എൻ്റെ ഷാനു മുത്തുമണി ഇതൊന്നും അറിഞ്ഞ കാര്യമല്ല. എനിക്കൊരുപാട് സങ്കടമായി. എൻ്റെ കുഞ്ഞിനെ ഓരോരുത്തരും ട്രാപ്പാക്കുന്നുണ്ട്. എനിക്ക് ഓരോ നിമിഷം പേടി തോന്നുന്നു. അതാണ്. പിന്നെ ഷാനു ഇല്ലാത്ത സമയത്ത് എനിക്ക് കുറേ മോശപ്പെട്ട കമൻറ്റും അതുപോലെ ഇതൊക്കെ വന്നിരുന്നു. ഒക്കെയാണ് എൻ്റെ പൊന്ന് സലീനത്താത്ത പറയുന്നത്, ഷാനുവിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, എൻ്റെ ഷാനുവിന് മോശപ്പെട്ട കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്, എൻ്റെ മുത്താണ് ഷാനു,
എൻ്റെ പൊന്നു സലീന താത്ത, ആ പയ്യൻ്റെ വഴിക്ക് വിട്. ഒരുമിച്ച് പാടിയത് കൊണ്ടാ അല്ലെങ്കിൽ ഒരുമിച്ച് വീഡിയോ ചെയ്തത് കൊണ്ടാ വേറൊരു രീതിക്ക് ചിന്തിക്കണോ? ആ പയ്യൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇത് ഏതർത്ഥത്തിലാണ് പറയണത്? അല്ലെങ്കിൽ തന്നെ ഷാനുവിൻ്റെ കാര്യം തിരക്കാൻ ഷാനുവിൻ്റെ വീട്ടുകാരില്ലേ? പിന്നെ എന്തിനാണ് സെലീന താത്താക്ക് ഇത്ര സങ്കടം? ഇരുന്ന് കരയുന്നുണ്ട്, ഭയങ്കര വിഷമം. സെലീന താത്താരെ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് വീണ്ടും ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. മുമ്പ് പറയുന്നിട്ട് ഒരു ലൈവിൽ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോണ്, എനിക്ക് ഡോക്ടറെ വേണമെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പം അങ്ങനെയാണല്ലോ തോന്നണത്. പിന്നെ ഒരു പെണ്ണിനോട് പറഞ്ഞു, പിന്നെ ഷാനുവിനെ നിനക്ക് അങ്ങനെ വാണടി, ഷാനു തെറ്റിയത് എൻ്റെ അനിയത്തിനെ കൊണ്ട് അവനെ കെട്ടിക്കുകയാണ്. അവൻ പറഞ്ഞു കേട്ടോ. ഞാനെൻ്റെ ഷാനുവിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ഇടനെഞ്ച് പൊട്ടിപ്പോവുകയാണ്. എൻ്റെ കുഞ്ഞിനെങ്ങനെ ഓരോരുത്തർ പറ്റിക്കുന്നത് കണ്ടാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യോ, ആരോ പറഞ്ഞെന്ന് എൻ്റെ അനിയത്തിയെ കൊണ്ട് ഷാനുവിനെ കെട്ടിക്കാൻ പോവേണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ ഷാനുവിന് ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, എൻ്റെ ഇടനെഞ്ച് പൊട്ടിപ്പോവേണ്. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? സെലീന താത്ത, ഇതെന്താണ് ഈ പറയണത്? അങ്ങനെ ഓരോ ഫേക്കായിട്ട് വന്നിട്ട് എനിക്ക് സമാധാനമില്ല. നിങ്ങൾ കണ്ടില്ലേ ഓരോരുത്തർ. പിന്നെ ഞാനത് ഡിലേറ്റാക്കി കളഞ്ഞു. വോയിസൊക്കെ ഉണ്ടായിരുന്നു, ഡിലേറ്റാക്കി കളഞ്ഞതാണ്. പിന്നെ ഞാൻ സെലീന താത്താക്ക് ഇതെല്ലാം ഓർമ്മിച്ചിട്ട് ഭയങ്കര ശ്വാസം മുട്ടൽ വരുന്നുണ്ട്. സംസാരം പോലും വെളിയിൽ വരുന്നില്ല. പിന്നെ ഞാൻ ഷാനൂന് ഇത് അയച്ചു കൊടുത്തു, ജെസിക്ക് അയച്ചു കൊടുത്തു. അവർക്ക് അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിപ്പോയി. എൻ്റെ നിലവാരത്തിൽ ഞാൻ ഇതുകൊണ്ടാണ് ഷാനൂനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ഷാനു ഒരു കണ്ണ് ഒരു നോട്ടം പോലും എന്നെ നോക്കിയില്ല. പിന്നെ വേറെ അതിനു മുമ്പ് പറഞ്ഞതാ ഇപ്പം പറയണ നോട്ടം പോലും നോക്കിയിട്ടില്ല. അപ്പോഴും വെറുതെയാണല്ലേ ഇരുന്ന് ഒരു പയ്യനെ പറ്റി പറയണത്. വെറുതെയാണ് ഇതത്രയും പറഞ്ഞത്. പള്ളയിലായെന്നും കെട്ടി പൂച്ചെന്ന്. അപ്പം എന്തോ കുഴപ്പമുണ്ട്. ഇത് തന്നെ സത്യം. ഒരു പെങ്ങളെ സ്ഥാനത്താണ് അവൻ എന്നെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഷാനുമുത്തുമണി ഇന്നോ സ്നേഹത്തോടെ നോക്കിയിട്ടുള്ളൂ. വേറൊരു രീതിയിൽ എന്നെ നോക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ തൊട്ടിട്ട് പോലും എൻ്റെ ഷാനുമുത്തുമണി ഇല്ല. അത്ര പോലും ഞാൻ അങ്ങനെയൊക്കെ വേറെ തിരിച്ച് പറഞ്ഞതിനിരുന്ന് പശ്ചാത്തപിക്കുകയാണ് സെലീന താത്ത. സെലീന താത്താരെ വായി കൊണ്ട് എന്തൊക്കെയോ അങ്ങ് വിളിച്ച് പറഞ്ഞു. അപ്പോഴേ ഷാനു പറഞ്ഞ് അത് വായി തോന്നണയൊക്കെ ഇരുന്ന് അങ്ങ് വിളിച്ച് പറയും ചില സമയത്ത്. പിന്നും വരും മിണ്ടോ എന്നും പറഞ്ഞ്. ഇതെന്തോന്ന് LKG കുട്ടിയാ മിണ്ടോ പെൻസിൽ തന്നാ മിണ്ടാന്ന് പറയണത്? പണ്ടൊക്കെ പറയുന്നത് പെൻസിൽ തന്നാ മിണ്ടോടി അല്ലെങ്കിൽ വെള്ളപ്പച്ച തരാടി മിണ്ടോടിന്ന്. ഇതിപ്പോൾ എന്താണ് സെലീന താത്ത വന്നിരുന്ന് ഇപ്പം വന്നിരുന്ന് നെഞ്ചത്തടിച്ച് കരയണ്. ഷാനു വേറെ പെണ്ണിനെ കെട്ടാനും പാടില്ല, ഷാനുവിന് വേറെ പെണ്ണിനെ ആലോചിക്കാനും പാടില്ല, ഒന്നും എൻ്റെ മുത്താണ് കണ്ണാണെന്നൊക്കെ ഇരുന്നങ്ങ് പറയണ്. കുത്തുപൊണ്ണിനെ തൊടുവെന്നല്ലാതെ കാക്കൗത്തിലൊക്കെ തൊടുവെന്നല്ലാതെ എന്നെ അങ്ങനെ തൊട്ടിട്ട് പോലും എന്നെ സ്പർശിച്ചു പോലും ഇല്ല എൻ്റെ ഷാനുമുത്തുമണി. ആ കയ്യൊക്കെ കൊടുക്കും. അതെൻ്റെ കുഞ്ഞാങ്ങളെ പോലെ സ്നേഹിച്ചതാണ്. അതിനൊരു കോറൽ വരക്കാതെ എനിക്ക് സഹിക്കാൻ പറ്റൂല. ഒരു ഉമ്മാൻ്റെ ഒരു പടച്ചിലാണ് ഇവിടെ എനിക്ക്. എത്ര നേരം ഒരു 5 മിനിറ്റ് തെറ്റിയിരുന്ന എനിക്ക് സഹിക്കാൻ പറ്റും. ഉമ്മാൻ്റെ പടച്ചില്ലേ? ഷാനുവിൻ്റെ വീട്ടിൽ ഉമ്മായും വേറെ ആരും ഇല്ലേ? നീൻ്റെ സെലീന താത്ത മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? വായി തോന്നണ മൊത്തവും വിളിച്ചു പറയണ് ഷാനു എന്നെ തൊട്ടിട്ട് പോലും ഇല്ല. ഞാനും കൈ പിടിക്കേ ഉള്ളു. ഇതെന്തൊക്കെയാണ് പറയണത്?
ഇപ്പം ഞാനൊന്നും ഹാപ്പിയായിരിക്കുന്നതും എൻ്റെ മുത്ത് സാനുമണി സാനുവാണ് കാരണം. സാനു ഇല്ല എങ്കിൽ എന്നെ എല്ലാവരും ചതിക്കുമായിരുന്നു. അതുപോലത്തെ മെസ്സേജാണ് വന്നത്. തെറ്റിന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ എന്തൊക്കെ പറയണമെന്നറിയോ, അതൊന്നും ഇപ്പം ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. തെറ്റിന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. രണ്ടുപേരും നല്ല സൗഹൃദം, രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നല്ലോ, ആങ്ങളെയും പെങ്ങളെയും പോലെ. അപ്പം തെറ്റി എന്ന് പറഞ്ഞപ്പം ബാക്കി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ആ തെറ്റിയല്ലോ, പിരിഞ്ഞല്ലോ എന്നുള്ള ഒരിതാണ് പറയണത്. അതിനോട് ഇങ്ങനെ കരഞ്ഞ് 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 കണ്ണീരൊക്കെ തുടച്ച് പറയണത്. പോവേണ്ടവർ പോയില്ലേ, ഞങ്ങളില്ലേ, നിങ്ങളെ പ്രണയിക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ മെസ്സേജ്. പിന്നെ അപ്പോൾ കമൻ്റ് ഇടുന്നത് പോണവരങ്ങ് പോട്ടെ, നമ്മളില്ലേ, നമ്മൾ പ്രണയിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. നിലവിൽ ഭർത്താവില്ലേ, ഭർത്താവ് തിരുവനന്തപുരത്താണെന്ന് പറയുന്നു. ആളിന് സുഖമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ആളുണ്ടല്ലോ ജീവനോട്. ഇന്നലെയും കണ്ട ഒരു ലൈവ് ഇട്ടേൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വരുമോ, നിങ്ങൾക്ക് സുഖമില്ലാത്തല്ലേ, ഞാൻ വേറെ കെട്ടട്ടാ, ഞാൻ വേറെ കെട്ടുവേ. നിങ്ങളെ ഭാര്യ എൻ്റെ അടുത്തോട്ട് വിടൂലല്ലോ, ഭാര്യ മക്കളും ഉള്ളതല്ലേ നിങ്ങൾ. ഇപ്പോഴാ പ്രായം ചെന്ന ആളങ്ങനെയാണ്. എന്തൊക്കെയോ പറയണ്. പിന്നെ ഷാൻ്റെ കാര്യമൊക്കെ പറയണു, ഷാനുവിൻ്റെ കാര്യമൊക്കെ പറയണു. ഷാനു ഞാനും തെറ്റി അങ്ങനെ പറയണു, ഇങ്ങനെ സലുത്താത്തയാണ് എല്ലാം പറയണത്. പിന്നെ ഇരുന്നും കൊണ്ട് നേരെ തിരിച്ചാണ് പറയണത്. എൻ്റെ ഷാനു മുത്തുമണി ഇല്ലെങ്കിൽ എന്നെ എല്ലാവരും പറ്റിക്കുന്നു, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഷാനു മുത്തുമണിനെ എന്നിൽ നിന്ന് അകറ്റരുത് പ്ലീസ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഓർക്കതിന് പ്രായമായിട്ട് ഇതിപ്പോൾ എല്ലാവരെയും ചിരിപ്പിക്കുകയാണ്. ഇത് മൊത്തത്തിൽ സലീന താത്ത എല്ലാവരെയും ചിരിപ്പിക്കുകയാണ് ചെയ്യണത്. ആ പയ്യൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഇത് കൂടുതലും ഇങ്ങനെ ആവാൻ കാര്യം അവർ ഒരുമിച്ച് പാട്ടൊക്കെ പാടിയത് കൊണ്ട് സലീന താത്ത വേറെ ഏതോ ലോകത്തായിരുന്നു. ഇനി എന്താണോ എന്തോ ഇപ്പം പറയണ ഷാനുവിൻ്റെ ഉമ്മ ആണ്, സഹോദരിയാണ്, സഹോദരി പറയും കണക്കാണ് കേൾക്കണം. ഇങ്ങനെയാണെങ്കിൽ ഈ പയ്യൻ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാനും സമ്മതിക്കൂലല്ലോ. ആരോ പറഞ്ഞെന്ന് എൻ്റെ അനിയത്തിയെ കൊണ്ട് ഞാൻ ഷാനുവിനെ കെട്ടിക്കാൻ പോകണം, ഇവരെ വായിരിക്കണം അറിയാൻ വേണ്ടിയിട്ടാണ് കെട്ടിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് താത്താക്കങ്ങ് ഇളവി, മൊത്തത്തിൽ ഇളവി. ഷാനുവിനെ കെട്ടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് സലീന താത്ത, തുള്ളിയിട്ടുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ ഓർക്കതിന് പ്രായമൊന്നായിട്ടില്ലല്ലോ, അതിന് കല്യാണത്തിന് പ്രായമാകുമ്പോൾ നമുക്ക് കല്യാണം നടത്താം. പിന്നെ അതിനുള്ള കല്യാണത്തിൻ്റെ സാമ്പത്തികം വയസ്സൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു നിലക്കെത്തട്ടെ. അത് സലീന താത്താണോ വിചാരിക്കണ? ഷാനുവിൻ്റെ വീട്ടിലാളില്ലേ, പ്രായമായിട്ടുണ്ടാ, അവരെ മകനെ കൊണ്ട് അവർക്ക് കെട്ടിക്കണോ, പിന്നെ പണം ഉണ്ടാ എന്നൊക്കെ ഉള്ളത് അവരല്ലേ തിരക്കാനുള്ളത്. നിങ്ങളെന്തിന് ഇത്രയും കിടന്ന് കഷ്ടപ്പെടണ സലു താത്ത? ഇത്രയും എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഇത്രയും കിടന്ന് ഉയരെരിഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരൂലേ ഇങ്ങനെയൊക്കെ കിടന്ന് അനാവശ്യ ചിന്തകളും കൊണ്ടിരുന്ന? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, പെട്ടെന്ന് അസുഖം വരൂലേ. ഇന്നലെ ഫോൺ വിളിച്ച് അവർ ഇനിയിപ്പോൾ അവരിരുന്നങ്ങ് ആലോചിക്കുകയാണ്. അവരടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ വേറെ കല്യാണം കഴിക്കാൻ പോകണമെന്ന്. കല്യാണം നടത്തപ്പെട്ടൊന്നും കല്യാണം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഒരു പെണ്ണിനെ പോറ്റണമെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ഇതുണ്ട്, അതൊക്കെ ആ നേരങ്ങത്തിൽ നടത്തുന്നു. എൻ്റെ കുട്ടി നല്ല നിലക്ക്. ഇതിപ്പോൾ കൂടുതൽ ഇവർ അടുത്തു പോയതാണ് കുഴപ്പം. കൂടുതലങ്ങ് അടുത്തു പോയി. അതായത് കൂടുതൽ സഹോദര സ്നേഹമായിരിക്കട്ടെ, ഇവർ കൂടുതലങ്ങ് സ്നേഹിച്ചു പോയപ്പോൾ ഈ പയ്യനതാ ഇപ്പം അങ്ങോട്ടും വിടൂല ഇങ്ങോട്ടും വിടൂല എന്നുള്ള അവസ്ഥയിലായി. ഇതൊരു വല്ലാത്തൊരു കഷ്ടമായി മാറിക്കഴിഞ്ഞു. ഒന്നും ചിന്തിക്കണ്ട, ഷാനുവിൻ്റെ വീട്ടുകാരുണ്ട് ഷാനുവിനെ നോക്കാൻ. പിന്നെ നിങ്ങൾ ഒരുമിച്ച് പാട്ട് പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ അങ്ങ് ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ?
സലീനാത്ത ഡോക്ടറെ കെട്ടാൻ പോണെന്നോ എഞ്ചിനീയറെ കെട്ടാൻ പോണെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കല്യാണ ആലോചനകൾ സ്വീകരിക്കുന്നതാണ്, എനിക്ക് ഡോക്ടർ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനു മുമ്പ് ലൈവിൽ വന്നിരുന്നു കൊണ്ട് പറയണട്ട് എനിക്ക് ഭർത്താവുണ്ട്, തിരുവനന്തപുരത്താണ്, എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് പറയുന്നുണ്ട് അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, എന്നാലും എന്നെ വിളിക്കുകയും പറയുകയും ചെയ്യും എന്നൊക്കെ വീണ്ടും പറയുന്നു. ഷാനുവിൻ്റെ കൂടെയുള്ള വൈരാഗ്യത്തിനാണ് ഇതെല്ലാം പറയുന്നത്. ശരിയാണ്, ഭർത്താവ് ഉണ്ടെന്ന് പറയുന്നു, കല്യാണം കഴിഞ്ഞെന്നും പറയുന്നു. പുള്ളിക്കാരി വെറും ഒരു പാവമാണ്, മനസ്സിലൊന്നും ഇല്ല. ഇതാണ് ഇതെത്രയും പറയാനുള്ള കാര്യം. മനസ്സിൽ വേറൊരു ഒന്നും മനസ്സിൽ വെപ്പില്ലാത്തത് കൊണ്ടാണ് എല്ലാം തുറന്ന് പറയണത്. ഷാനുവിനെ വേറെ ആരും സ്നേഹിക്കണതാ, ഷാനുവിൻ്റെ അടുത്ത് മിണ്ടുന്നതാ ഇഷ്ടമല്ല. വിശേഷിച്ചും പെൺകുട്ടികൾ ഷാനുവിൻ്റെ അടുത്ത് മിണ്ടുന്നത് ഈ സെലീന താത്താക്ക് ഇഷ്ടമല്ല. ഷാനു ഏതെങ്കിലും പെൺപിള്ളേരുമായിട്ട് വീഡിയോ ചെയ്യുമെങ്കിൽ സലു താത്താരെ കോളങ്ങും മാറും. അപ്പോഴേ ഉറഞ്ഞു തുള്ളും പറഞ്ഞു ഉറഞ്ഞു തുള്ളും സലീന താത്ത. ഇങ്ങനെ ആയാൽ എന്താണ് ചെയ്യണത്? അതൊരു കൊച്ചു പയ്യനല്ലേ, അവൻ്റെ വഴിക്ക് വിട്ടേക്ക് നിങ്ങൾ. പിന്നെ വായിൽ വായി തോന്നണത് എന്തും അങ്ങ് വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ഇരുന്നും കൊണ്ട് കരഞ്ഞു മെഴുകിയിട്ട് എൻ്റെ ഷാനു മുമ്പും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. എൻ്റെ സലുത്താത്ത, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക, നിങ്ങൾ ബേജാറാവാതിരിക്കുക. ആ പയ്യൻ്റെ വീട്ടുകാർ ആ പയ്യന് കല്യാണം ആലോചിക്കുകയോ നടത്തുകയോ എന്തോ ചെയ്യട്ടെ, അതൊരു സ്വന്തം കാലിൽ നിൽക്കണമെന്നൊക്കെ സലീനത്താത്ത പറയുന്നുണ്ട്. അതിന് കല്യാണം കഴിക്കണമെങ്കിൽ പണം വേണം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലവാണ്. ഇതൊക്കെ അവരല്ലേ ചിന്തിക്കുന്നത്. നിങ്ങൾ ഇത്രയും ചിന്തിച്ച് ബേജാറാവേണ്ടി വല്ല കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് എന്തിനാണ് തലയിടുന്നത് സലുത്താത്ത ഒരു കാര്യം ചെയ്യും. സലുത്താത്താരെ ഭർത്താവ് ഉണ്ടെന്ന് പറയുന്ന ആ ആളിനെ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ വിളിച്ച്, സുഖമില്ലാതെ കിടക്കണമെന്നും പറഞ്ഞെന്ത് നിങ്ങൾക്ക് നോക്കിക്കൂടെ? അപ്പോൾ വിളിച്ച് ഒന്നുകിൽ അങ്ങ് വരുത്തുക, അല്ലെങ്കിൽ തിരുവനന്തപുരത്തോട്ട് പോവുക, പോയി നിന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് കൊണ്ടുവന്നൊരു വീടുണ്ടല്ലോ, കൊണ്ടുവന്ന് നോക്കി, നിങ്ങളെ കൊണ്ട് നോക്കി. പിന്നെ ഓരോന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയണത്? വലിയമ്മ ഇതൊന്നും കേൾക്കണില്ലേ എന്തോ? വലിയമ്മയെ കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യിക്കുന്നുണ്ട്. കുറേ അലിക്കത്തൊക്കെ അങ്ങോട്ട് വാരി ഇട്ടിട്ട്. എന്തായാലും കൊള്ളാം, സൂപ്പറാണ്, ചിരിക്കാൻ കൊള്ളാം കേട്ടോ. സലീനത്താത്ത ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. സലുത്താത്താരെ കാര്യം നോക്കി വീഡിയോസുകളുമായിട്ട് മുന്നോട്ട് പോവുക. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് കളയുക. ഇതൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകളാണ്.